ഹായ് ഓൾ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. സോ അതൊരു അറബിക് ഡെസേർട്ടാണ്. മഹ്ലാബിയ അല്ലെങ്കിൽ മൊഹ്ലാബിയ എന്നൊക്കെ പറയും. എനിക്കറിയില്ല അത് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ അറബിക്കിൽ എന്നുള്ളത്. സോ ഇത് എൻ്റെ ഒരു രീതിക്കുള്ള ഒരു എന്താ പറയുക റെസിപ്പിയാണ്. കുറേയൊക്കെ സെയിം ആണ്, പക്ഷെ എന്നാലും മേ ബി ചിലപ്പോൾ എൻ്റെ ഒരു മെത്തേഡ് ഓഫ് മേക്കിംഗ് ഇറ്റ് ഇസ് മേ ബി ഡിഫറെൻറ്റ് മറ്റുള്ളവർ വെച്ച് നോക്കുമ്പോഴത്തേക്കും. അതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. സോ നമുക്ക് നോക്കിയാൽ എങ്ങനെയാണെന്നുള്ളത്. സോ ഓൾറെഡി ഞാൻ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വേണ്ട നമുക്കൊരു ഹോൾ മിൽക്കാണ്. 4 കപ്പ് ഓഫ് മിൽക്കാണ് ഇതുള്ളത്. പിന്നെ അടുത്തത് വന്നിട്ട് കോൺ സ്റ്റാർച്ച് അല്ലെങ്കിൽ കോൺ ഫ്ലോർ ആണെങ്കിലും കുഴപ്പമില്ല. സോ ഇതൊരു 7 സ്പൂൺസ് വേണം, ടേബിൾ സ്പൂൺ ആണ് പറയുന്നത്. പിന്നെ ഒരു 3/4 കപ്പ് ഓഫ് ഷുഗർ ആണ് യൂഷ്വലി പറയുക. ബട്ട് തിങ് ഈസ് ഇവിടെ ഇപ്പം നമ്മളെല്ലാവരും ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത് എന്നെ കണ്ടാൽ തോന്നൂല, പക്ഷേ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആകെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുക്കണുള്ളൂ, അതും ബ്രൗൺ ഷുഗർ എടുക്കുന്നത്. പിന്നെ കുറച്ച് റോസ് വാട്ടർ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്, പിന്നെ കുറച്ച് കുങ്കുമപ്പൂ, ഏലക്കപ്പൊടി, പിന്നെ കുറച്ച് പിസ്താഷ്യോൻ്റെ പൊടിയും. അപ്പം ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. സോ ഓൾറെഡി ഞാനൊരു ബോളിൽ 4 കപ്പ് പാൽ ഓൾറെഡി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സോ ഇതിലേക്ക് നമ്മൾക്ക് പതുക്കെ കോൺഫ്ലവർ അല്ലെങ്കിൽ കോൺസ്റ്റാർച്ച് ഇല്ലെങ്കിൽ കോൺഫ്ലവർ ആണെങ്കിലും മതി. സോ കോൺഫ്ലവർ നമുക്ക് എടുത്തിടാം. ഇതിപ്പം ഞാൻ പറഞ്ഞത് 7 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഈ ഒരു കോൺസ്റ്റാർച്ച് അല്ലെങ്കിൽ കോൺഫ്ലവർ വേണ്ടത്. ഇത് ബേസിക്കലി എന്തിനാ ആഡ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു പുഡിംഗ് ബേസ് പോലെ വരാനാണ്. സോ ഈ ഒരു കോൺഫ്ലവർ അതിലൊരു ഏജൻ്റാണ്, ലൈക്ക് കുറച്ചൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ട്. സോ ഇത് ആഡ് ചെയ്തു. പിന്നെ കുറച്ച് ഏലക്കയുടെ പൊടി, ഞാനത് കുറച്ച് ഹോളായിട്ട് തന്നെയാണ് ഇടുന്നത്. സോ കുറച്ച് ഏലക്കയുടെ പൊടി വേണമെങ്കിൽ ഇത് കുറച്ച് നന്നായിട്ട് പൊടിക്കാം കേട്ടോ, ഇറ്റ്സ് അപ് ടു യു. പിന്നെ ഞാൻ ഇടുന്നത് കുറച്ച് സാഫ്രൻ, അധികം ഇടണ്ട സാഫ്രൻ, അത് ലാസ്റ്റ് ഒരു ഡെക്കറേറ്റീവ് ആയിട്ട് ഉള്ളൊരു ഇതായിട്ട് ഉപയോഗിച്ചാൽ മതി. പിന്നെ ആഡ് ചെയ്യുന്നത് കുറച്ച് റോസ് വാട്ടറാണ്. സോ റോസ് വാട്ടർ ഒരു ടീസ്പൂൺ മതിയാവും. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് പഞ്ചസാരയാണ് ആഡ് ചെയ്യേണ്ടത്. സോ പഞ്ചസാര എല്ലാവർക്കും ഇഷ്ടത്തിനനുസരിച്ചിട്ട്, ലൈക്ക് യൂഷ്വലി 3/4 കപ്പാണ് പറയുക, അല്ലെങ്കിൽ 1 കപ്പ് എന്നൊക്കെ പറയാം. പക്ഷേ ഇവിടെ ഞാൻ 1/2 കപ്പേ ഉപയോഗിക്കുന്നുള്ളൂ, അത്രയും സ്വീറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. ചിലവർ ഇൻഫാക്ട് മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കുന്നതും കാണാം കേട്ടോ. സോ എങ്ങനെയാണോ നിങ്ങളുടെ ഷുഗറിന് അനുസരിച്ചിട്ട് അത് ചെയ്യാം. നമുക്കിതൊന്ന് പതുക്കെ വിസ്ക് ചെയ്യാം. സോ ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ആവണം, ലൈക്ക് ഒരു തരിതരിയായിട്ടുള്ള പോലും കാണാൻ പാടില്ല കോൺഫ്ലവർ. സോ കുറച്ച് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ബേസിക്കലി കുറച്ച് തിക്കാവാൻ വേണ്ടിയിട്ടാണ്, എന്നാലേ ആ ഒരു ഡെസേർട്ട് കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഷുഗറിൻ്റെ പകരം മിൽക്ക് മെയ്ഡ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ ചിലവർ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുന്നത് കാണാറുണ്ട്, ബട്ട് ഐ തിങ്ക് അത് നെസസറി അല്ലാന്ന്. സോ നമുക്കപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓൾറൈറ്റ്, സോ ഇത് നല്ല രീതിക്ക് ബ്ലെൻഡായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് വന്നിട്ട് ഞാൻ കുറച്ച് മുന്നേ ഒന്ന് സ്റ്റൗവിൽ ഒരു പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് അതൊന്ന് മീഡിയം ലെവലിൽ ചൂടായി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ മിക്സർ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന്ന് നമുക്ക് വിസ്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. സോ വായുമോളൂ. ഓൾറൈറ്റ്, അപ്പം ഞാൻ ആ നേരത്തെ ഉണ്ടായിരുന്ന മിക്സർ ഇതിൽ ഞാൻ ഒഴിച്ചു. ഇനി ഇത് പതുക്കെ നമ്മളിങ്ങനെ കേട്ടോ.
സോ ഞാൻ തീ കുറച്ച് ഓഫാക്കാൻ പോവാണ്. ബേസിക്കലി ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയതുകൊണ്ട്. സോ ഈ ഒരു ഇതിലെത്തും. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. ഇനി ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓൾറൈറ്റ്, സോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അത് കിട്ടാനായിട്ട്. നമ്മളിതിപ്പോൾ ഒരു വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് കേട്ടോ. ഞാനപ്പോൾ ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ ഇനി ഇതിലിപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ കുറച്ചുകൂടി റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ഓക്കെ ഓക്കെ അത് കഴിഞ്ഞ് ഞാൻ ആഡ് ചെയ്യാൻ പോണത് കുറച്ച് സാഫ്രൻ ആണ്, കുങ്കുമപ്പൂ, ജസ്റ്റ് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടോ. അത് കഴിഞ്ഞ് ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് പിസ്ത ആഡ് ചെയ്യും. യെസ്, ആൻഡ് ഇത്തിരി ഏലക്കപ്പൊടി ഞാൻ ഇടും. ഏലക്ക ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഇടണമെന്നില്ല കേട്ടോ. യെസ്, ഗാർണിഷൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ചൊന്ന് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് സെർവ് ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി നോക്കാം. അത് സെറ്റായിട്ടുണ്ടാവും, നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഓൾറൈറ്റ്, അപ്പം ഇത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. സോ എൻ്റെ 2 ടെസ്റ്റേഴ്സ് ഉണ്ട്, എൻ്റെ ഗിനി പിക്സ് ഉണ്ട് ഇവിടെ എൻ്റെ വീട്ടിൽ. ഒന്ന് എൻ്റെ ഹസ്ബൻഡാണ്, ഒന്ന് വേറൊരു മോളാണ്, ഞങ്ങളുടെ എൻ്റെ ഒരു അനിയത്തി പോലത്തെ ഒരു മോളാണ്. സോ ആദ്യം മോളെ കൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കാം. മേഘാവായോ? ഓക്കെ, ഹായ്. ആണോ? നന്നായിട്ടുണ്ടോ? ഓക്കെ, ഇനി അടുത്തത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അയ്യോ, വെരി ഗുഡ്. ഓൾറൈറ്റ്, സോ ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ എൻ്റെ 2 ആൾക്കാരായതുകൊണ്ട് അവർ നല്ലതേ പറയുള്ളൂ. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ആൻഡ് അത്രയും കുറേ സാധനങ്ങളൊന്നും വേണ്ട. പക്ഷേ ലൈക്ക് ചെറിയൊരു ഡെസേർട്ടാണ്. ലൈക്ക് വല്ല വിരുന്നുകാരോ ലൈക്ക് ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഡെസേർട്ട് ഉണ്ടാക്കണമെങ്കിൽ ജസ്റ്റ് ഇത് ഉണ്ടാക്കാം. സോ ഒന്ന് ട്രൈ ചെയ്യൂ, എന്നിട്ട് കമൻറ്റ് ചെയ്യും. വെൽ, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവർ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ ഫോളോയും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.